ഹായ് ഫ്രണ്ട്സ്, കാച്ചൂസ് വീഡിയോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആഫ്രിക്കൻ ചിക്കൻ വിഭവമായിട്ടാണ്. ആഫ്രിക്കൻ ചിക്കൻ വിഭവം എന്ന് കേട്ടിട്ട് നിങ്ങൾ പേടിച്ചുകൊണ്ട, വളരെ എളുപ്പം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ കഫ്രിയാൽ എങ്ങനെ നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ പ്രാവശ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചിക്കൻ കഫ്രിയാൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ഒരു പിടി മല്ലിയിലയാണ്. അതോടൊപ്പം തന്നെ 6 പച്ചമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക്, ഫുൾ കുരുമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 5 ഗ്രാമ്പു, ചെറിയ ഒരു കഷ്ണം കറുവാപ്പട്ട, ഒരു 8 അല്ലി വെളുത്തുള്ളി, അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു വിരലിൻ്റെ നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി. ഈ എല്ലാ സാധനവും കൂടി, ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളിനി ഒരു ഗ്രൈൻഡറിൻ്റെ ജാറിലേക്ക് മാറ്റുകയാണ്. നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കാനുള്ള പരിപാടിയാണ്. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ ഈ ഗ്രൈൻഡർ ജാറിലേക്ക് മാറ്റി ഇനി ഇതിനകത്തേക്ക് ഒരു ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ഇട്ടിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ, വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി ചിക്കൻ കഫ്രിയാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കനാണ്. നേരത്തെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിരിക്കുന്ന 300 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ ചിക്കൻ്റെ അകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ കഫ്രിയാൽ മസാലയുണ്ട്. അരച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കഫ്രിയാൽ മസാല മുഴുവനായിട്ടും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ 300 ഗ്രാം ചിക്കന് ആവശ്യമുള്ള കഫ്രിയാൽ മസാലയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ മസാല മുഴുവനായിട്ട് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. അതോടൊപ്പം തന്നെ മിക്സ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. കൂടുതൽ ടൈം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കൂടും. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാനിതിലേക്ക് മിക്സ് ചെയ്ത് ക്ലിയറാക്കി മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് കാണാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ, ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വേണ്ട. ഈ ഓയിലിനകത്തേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ കഫ്രിയാൽ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാന കാര്യം, നമ്മുടെ ഫ്ലെയിം വളരെ കുറച്ച് മാത്രമേ വെക്കാൻ പാടുള്ളൂ. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ കഫ്രിയാൽ മസാല കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഞാനിത് മറിച്ചിട്ട് നോക്കുകയാണ്. വളരെ നല്ല രീതിയിൽ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 8-10 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സൈഡ് വെന്ത് വരും. ഇപ്പോൾ ഒരു സൈഡ് വളരെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ഞാനിത് മറിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു 7-8 മിനിറ്റ് അതിൻ്റെ മറ്റേ ഭാഗം കൂടി ഒന്ന് വെന്ത് വരുന്നത് വരെ വേവിക്കേണ്ടതുണ്ട്. ഇപ്പോൾ 2 ഭാഗവും ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് കൂടെ വരുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കഫ്രിയാൽ മസാല അരച്ചെടുത്ത ആ ജാറിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിനകത്തേക്ക് നമ്മുടെ ചിക്കനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനകത്ത് ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് കൂടി നമുക്കിത് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്തുള്ള നമ്മൾ ഒഴിച്ചിരിക്കുന്ന ആ വെള്ളം പൂർണ്ണമായിട്ടും വെറ്റിയിരിക്കുകയാണ്. ആ വെറ്റിയിട്ട് ഈ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് കാണുന്നത് വരെയാണ് അതിൻ്റെ ആ വേവിൻ്റെ കണക്ക് റെഡിയാവുക. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കഫ്രിയാൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്ന ചിക്കൻ കഫ്രിയാൽ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ചിക്കൻ കഫ്രിയാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും.
അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും എന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഗുഡ് ബൈ.